ഇപ്പോൾ ചുംബന സമരത്തിന്റെ വക്താക്കൾ ചുംബന സമരവുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം ചാനൽ ചർച്ചകൾ തന്നെ എതിർക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർ രണ്ടുപേരും ഈ സമരത്തെ പരസ്യമായി പിന്തുണയ്ക്കുകയും ഈ അറസ്റ്റ് വന്ന സമയത്ത് അറസ്റ്റിനോടും ഈ വ്യക്തിയുടെ വ്യക്തിപരമായ ആക്ഷനോടും ഞങ്ങൾ വിയോജിക്കുകയും എന്നാൽ സമരത്തോടുള്ള പിന്തുണ ഞങ്ങൾ പിൻവലിച്ചിട്ടില്ല, ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇതിനകത്ത് അത്രയേ ഉള്ളൂ. നിങ്ങൾ LDFO, UDFO, BJPയോ എന്നതുപോലെ തന്നെ ഞങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയ പ്രകടന രാഹുൽ പശുപാലിൻ്റെ തന്നെ നിലപാടിനെ പരസ്യമായി ഇപ്പോൾ എന്തുകൊണ്ട് എതിർത്തില്ല എന്ന് ചോദിച്ചാൽ പറയും, എതിർത്തിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഫേസ്ബുക്കിൽ നിരന്തരമായി ഞങ്ങളുടെ നിലപാടുകൾ എതിരുന്ന ആൾ. രാഹുൽ പശുപാലൻ കേരളത്തിൽ കഴിഞ്ഞ ഒരു മാസം മുമ്പ് നടന്ന ഒരു ചെറിയാൻ ഫിലിപ്പിൻ്റെ സ്ത്രീവിരുദ്ധമായ വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്ത പ്രസ്താവനയെ പരസ്യമായി ഞങ്ങളെല്ലാം എതിർത്തിട്ടുണ്ട്. അത് തെറ്റാണെന്നും അത് പിൻവലിക്കേണ്ടതാണെന്നും സ്ത്രീവിരുദ്ധമാണെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതും പറഞ്ഞു, ചുംബന സമരം മുന്നോട്ട് വെച്ച രാഷ്ട്രീയം പോലും രാഹുൽ പശുപാലൻ ഉൾക്കൊണ്ടിട്ടില്ല എന്നതിന് തെളിവാണെന്ന് വരെ ഞങ്ങൾ ഫേസ്ബുക്കിൽ പറഞ്ഞു. സെലക്റ്റീവായി മാത്രം വാർത്തകൾ എടുക്കുകയും അത് മാത്രം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരു ലോകത്ത് ഒരുപക്ഷെ അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ വ്യക്തികൾ മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ പ്രത്യയശാസ്ത്രത്തെ മാത്രമാണ് സമരം എൻഡോസ് ചെയ്യുന്നത്, വ്യക്തികളുടെ ആക്ഷനെ അല്ല. നാളെ ഈ പത്രസമ്മേളനത്തിലിരിക്കുന്ന ആർക്കെങ്കിലും എതിരായി പോലീസ് മറ്റേതെങ്കിലും ഒരു കേസ് ചാർജ് ചെയ്യാൻ ഞങ്ങൾക്ക് ആർക്കും പരസ്പരം ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് പൂർവ്വകാല ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ അറിയുന്ന ആളുകളല്ല. അത് ഞാൻ എക്സാഗ്രേറ്റ് ചെയ്ത് പറയല്ല. സ്വാതന്ത്ര്യ സമരം എങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടുവോ പരസ്പരം ഒരു ആശയത്തിന് വേണ്ടി വ്യത്യസ്ത രാഷ്ട്രീയ സാഹചര്യങ്ങളിലുള്ള ആളുകൾ മത്സരിക്കുകയും എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പരസ്പരം പോരാടുകയും ചെയ്തതുപോലെ തന്നെ ആശയ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യക്തിപരമായ ആശയ സ്വാതന്ത്ര്യവും വ്യക്തിപരമായ ആക്ഷനുകളും മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ കോമൺ ആവശ്യത്തിന് വേണ്ടി ഫാസിസത്തിനെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിന് വേണ്ടി അത് നാളെ ഞങ്ങൾ തന്നെ ചിലപ്പോൾ സംഘടിപ്പിച്ചേക്കാം. ഇതിൻ്റെ തുടർച്ച എന്നാണ് ഇപ്പോൾ വരുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ഫാറൂഖ് കോളേജുമായി ബന്ധപ്പെട്ട വിവാദത്തിന് ശേഷം പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറും മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റ് സംഘടനകളും ഈ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുകയാണ്. ഇത് തന്നെയാണ് ചുംബന സമരത്തിൽ ഉണ്ടായത്. അതേ കാഴ്ച എല്ലാ വർഗീയ ശക്തികളും ഫേസ്ബുക്കിൽ കൈകോർത്ത് നിന്ന് പിന്നെ ചുംബന സമരത്തെയാണ് തള്ളി പറയുന്നത്. മലപ്പുറം സ്വദേശിയായ ഒരു ഉമ്മറാണ് ആ പേജ് നടത്തിയിരുന്നതെന്ന് പറയുന്നു. കാസർഗോഡ് സ്വദേശിയായ ഒരു അക്ബറാണ് ഇതിലൊരു പ്രധാന. ഇവരുടെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് എന്താ? ഇവരെ കുറിച്ചൊന്നും ഫേസ്ബുക്കിലൊന്നും ഒരു പ്രശ്നവും ആർക്കുമില്ല. അപ്പൊ ഇത് രാഷ്ട്രീയത്തോടാണ് ആളുകൾക്ക് പ്രശ്നം. ഒരു മിനിറ്റ് ശ്രമിച്ചതെന്ന് പറഞ്ഞു. ഇതുവരെ അക്യൂസ്ഡ് മാത്രമാണ്. ഞാൻ അതിലേക്ക് വരാം. കേരളത്തിൽ അക്യൂസ്ഡ് മാത്രമാണ്, തെളിഞ്ഞിട്ടില്ല. അയാൾ തെളിഞ്ഞോ നമുക്കറിയില്ല. നിങ്ങളെ പോലെ തന്നെ നിങ്ങൾ പറഞ്ഞു തരുന്ന വിവരം മാത്രമേ ഞാൻ പറഞ്ഞത് കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്ന കാര്യമേ ഞങ്ങൾക്കും അറിയാവൂ. നിങ്ങൾ പറഞ്ഞിട്ടുള്ളതും പോലീസ് പറഞ്ഞിട്ടുള്ള വേർഷനെ ഞങ്ങൾക്കറിയാവൂ. അതെ, സ്വാഭാവികമല്ല. ഇത് എല്ലാ ദിവസവും മീറ്റിംഗ് വിളിച്ച് ചർച്ച ചെയ്യുന്ന കാര്യമല്ല. പങ്കെടുത്തവരും അതിനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവരുമാണ് എന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് വരുമ്പോഴാണ് അതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. ഞങ്ങൾ ആരും തന്നെ വ്യക്തിപരമായി എന്ന് മാത്രമല്ല വ്യക്തികളുടെ പേര് വെച്ചിട്ടല്ല. ആ ഇമെയിൽ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ സൈബർ സെല്ല് മുന്നോട്ട് വയ്ക്കുന്ന ആ ഇമെയിൽ കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. നിങ്ങളത് വായിച്ചു നോക്കൂ. ഈ പേജ് ഉപയോഗിച്ചുകൊണ്ട്, ആ പേജിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഇതിനകത്തുണ്ട്, കൊച്ചു സുന്ദരികൾ എന്ന് പറയുന്ന ഒരു പേജ് അഡ്മിൻ ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നാണ് പറയുന്നത്. ആ പരാതി കൊടുക്കുന്ന നിമിഷം വരെ ഇതിനകത്ത് ആരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്കറിയില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, മാധ്യമപ്രവർത്തകർ ദയവ് ചെയ്ത് പോലീസ് പറയുന്ന വേർഷൻ അല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഞാൻ എൻഡോസ് ചെയ്യല്ല ഒരാളെയും. പക്ഷേ തെളിഞ്ഞാൽ തീർച്ചയായിട്ടും ശിക്ഷ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് പറയുന്നൊരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കിസ് ഓഫ് ലവിന്റെ പേരിൽ എന്ന് എങ്ങനെയാണ് പറയുന്നത്? ഏതാ പോലും ഇത് പറയുന്നില്ലല്ലോ. ഒരു പേജുണ്ട്. ഈ പേജിൽ ഒരിക്കൽ പോലും രശ്മിയുടെ ബിക്കിനി ഫോട്ടോസ് വന്നിട്ടില്ല. രശ്മിയുടെ ബിക്കിനി ഫോട്ടോ വന്നത് കൈരളിയുടെ ഓൺലൈനിലാണ്. അപ്പൊ കൈരളി ഓൺലൈനാണ് ഈ പറയുന്ന ഐക്കൺ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞൂടെ? ഓൺലൈൻ ഉപയോഗിച്ചല്ലേ ചെയ്തത്? കൈരളി മാത്രമല്ല, വന്നിട്ടില്ല. മറുനാടൻ മലയാളിയിലും അതുപോലുള്ള മാധ്യമങ്ങളിലുമാണ്. ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടെ നിന്നാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിന്റെ അന്വേഷണ ചുമതലയിൽ IG ശ്രീജിത്ത് ഇന്ന് വരെ KOL മറയാക്കിയത് ഉപയോഗിക്കുകയായിരുന്നു പറഞ്ഞിട്ടില്ല, ഒരിടത്തും ഇല്ല. എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യാമായിരുന്നെങ്കിൽ KOL എന്ന് പറയുന്ന പേജ് 2 ലക്ഷത്തിന് എത്ര പേരുണ്ട്?
2 ലക്ഷത്തിന് മേലെ ഫോളോവേഴ്സ് ഉള്ള ആ പേജിൽ അതിൻ്റെ അഡ്മിനായിട്ടുള്ള രാഹുൽ പശുപാലൻ ഇന്നേ വരെ പുള്ളിയുടെ ഭാര്യയുടെയോ പുള്ളിയുടെയോ മോഡലിങ്ങിനോ അല്ലെങ്കിൽ പുള്ളിയുടെ വ്യവസായ താല്പര്യങ്ങൾക്കോ വേണ്ടി ആ പേജ് ഉപയോഗിച്ചിട്ടില്ല. ഒരു പോസ്റ്റെങ്കിലും നിങ്ങൾ കാണിച്ചു തരണം. കാരണം ഞങ്ങൾ ഒരുപാട് പേര് മോഡറേറ്റ് ചെയ്തിട്ടാണ് അതിനകത്ത് ഓരോ പോസ്റ്റും പുറത്തിറങ്ങുന്നത്. അതിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റോ അതിൻ്റെ പ്ലാറ്റ്ഫോമോ അതിൻ്റെ സ്പേസോ രാഹുൽ പശുപാലൻ തൻ്റെ ബിസിനസ്സിന് ഉപയോഗിച്ചു എന്ന് ഒരു ആരോപണം പോലും ഇല്ല. മാധ്യമപ്രവർത്തകർ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നെങ്കിൽ ദയവീത് അങ്ങനെ ഒരു ആരോപണം പോലീസിനെങ്കിലും ഉണ്ടായിരിക്കണം. പോലീസിൻ്റെ വേർഷനിൽ പോലും അങ്ങനെ ഒരു സാധനമില്ല. പോലീസ് വളരെ കൃത്യമായി പറയുന്നു, ഞങ്ങൾ ഇയാളെ ഉദ്ദേശിച്ച് പോയതല്ല. ഞങ്ങൾ ഒരു പരാതി നിങ്ങളുടെ തന്നെ ആൾക്കാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരാതി അന്വേഷിക്കാൻ പോയി ഈ പേജ് ഫോളോ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരാളെ കിട്ടിയതാണ് എന്ന് പറയുന്നു. അതിലപ്പുറത്തേക്ക് സത്യം എനിക്കും നിങ്ങൾക്കും അറിയില്ല. അത് തെളിയട്ടെ, അത് മുന്നോട്ട് പോട്ടെ. രാഹുൽ പശുപാലനും ഭാര്യയും എന്നല്ല, അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളും അത് തെളിയുന്നത് വരെ കുറ്റക്കാരല്ലെന്ന് ഞങ്ങൾ പറയുന്നതല്ല. അതാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ. സെറ്റിൽഡ് ലീഗൽ പ്രിൻസിപ്പിൾ ആണ്. നമുക്കറിഞ്ഞുകൂടാ, നിങ്ങൾക്ക് പറയുന്നതിനപ്പുറത്തേക്ക് നമുക്കറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. കെ എം മാണി ആയാലും ഈ ഇപ്പം ഉണ്ടായിരിക്കുന്ന വിവാദത്തിൽപ്പെട്ട മന്ത്രിമാരായിരുന്നാലും എൻ്റെ ഉറച്ച വിശ്വാസം, അല്ലെങ്കിൽ ഈ കൂടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെ ഉറച്ച വിശ്വാസം, അവർ കുറ്റക്കാരാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെ അവർ കുറ്റക്കാരാണെന്ന് വിധിക്കാൻ നമ്മൾ അർഹരല്ല. അത് മദനിയുടെ കേസ് മുതൽ ഷാഹിനയുടെ വിഷയം മുതലുള്ള കാര്യത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഈ കേസിൽ മാത്രമായി നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായമില്ല. രാഹുൽ പശുപാലൻ തെറ്റുകാരനാണെന്ന് ഒരു കോമ്പീറ്റന്റ് കോടതി പറയുന്നത് വരെ മറ്റെല്ലാ വിഷയത്തിലുമുള്ള ഞങ്ങളുടെ നിലപാട് പോലെ തന്നെ അത് ഇതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനുള്ള കടന്നുകയറ്റമാണ്. അതുവരെ അയാൾ കുറ്റക്കാരനാണെന്ന് വിധിക്കാൻ നമ്മൾ അർഹരല്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. സത്യത്തിൽ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. കാരണം നിങ്ങളോട് ചെയ്തതിനേക്കാൾ വലിയ ഒരുപക്ഷെ വിശ്വാസവഞ്ചന പലരോടും ചെയ്തിട്ടുണ്ടാവും. ഞങ്ങളും അതുപോലെ വെയിറ്റ് ചെയ്യാണ്. പക്ഷെ അതിനെ ഒരിക്കലും എന്ത് മറയാണ് എന്താണെന്ന് വ്യക്തമാക്കണം. ഒരു മിനിറ്റ്, ആ മറ എന്താണെന്ന് വ്യക്തമാക്കണം. ആർക്കറിയാം? അല്ല, ഒരു മിനിറ്റ് പ്ലീസ്. ആർക്കറിയാം? ഞാനൊരു കാര്യം പറയട്ടെ. ആർക്കറിയാം? നിങ്ങൾ ഒരു മിനിറ്റ് പ്ലീസ്. അല്ല, ഒരു മിനിറ്റ് ഒന്ന് ഒച്ചയെടുക്കരുത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ചോദിക്കട്ടെ, ഒന്ന് പറഞ്ഞോട്ടെ. 19 വർഷമായിട്ട് അഭയ കേസ് മുതൽ ഐസ്ക്രീം പാർലർ വരെയുള്ള കേസുകൾ, അതിനകത്ത് വിദുര, സൂര്യനെല്ലി, ഒരുപാട് കേസസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്? എന്തുകൊണ്ടാണ് ഇതൊന്നും തെളിയിക്കപ്പെടാതെ പോകുന്നത്? ഇതിലൊക്കെ പ്രതികളായിട്ടുള്ളവർ ഇന്നും ഭരിക്കുകയും പല സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരു സമൂഹത്തിൽ, അതായത് ഒരു സെക്സ് ടൂറിസം തന്നെ വ്യവസ്ഥയാക്കി എടുക്കുന്ന വേറൊരു പ്രവർത്തനം പാരലായി നടക്കുന്ന ഒരു സമൂഹത്തിൽ ഇത്തരം വിഷയങ്ങളെ നമ്മൾ കരുതലോടുകൂടെ ഉന്നയിക്കുന്നവരെ തന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു രീതി ഇതിനകത്ത് ഇല്ലേ? അതായത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിലും ഇതല്ലാത്ത മനുഷ്യർ, അതായത് ഒന്ന് പറഞ്ഞോട്ടെ, ലൈംഗിക ന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ, പുരുഷന്മാർ, ഇവർക്കൊക്കെ പരസ്പരം വളരെ ജനാധിപത്യപരമായി ഇടപെട്ട് ജീവിക്കാനുള്ള കുറെ കൂടി ബെറ്റർ ആയ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ് കിസ് ഓഫ് ലവ് പോലുള്ള രാഷ്ട്രീയം നിലകൊള്ളുന്നത്. അത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകൾ പോലും അനുഭവിച്ചിട്ടുള്ള സംഘടനയല്ല, കൂട്ടായ്മ പ്ലാറ്റ്ഫോംസ് പറയാൻ പറ്റും. അത് പലരും അങ്ങനെ ചെയ്തേക്കാം. ഞാൻ ഇതിനകത്ത് രണ്ട് ഇതല്ലേ ഒരു മാതൃക. ഒരു കാര്യം ഒരു ഇല്ല ഞാൻ ഇവിടെ സമരത്തിലേക്ക് വന്നാൽ എനിക്ക് നിങ്ങളുടെ ബയോഡാറ്റ കിട്ടിയാലേ നിങ്ങളെ പങ്കെടുപ്പിക്കൂന്ന് പറയാൻ ഞാൻ ആളല്ല. ഓഡീഷൻ റൗണ്ട് ഇല്ല. പറയാം ഒന്ന് വിശദമാക്കാൻ സമ്മതിക്കണം. ഈ ചോദ്യം വളരെ ഈ കേസുമായി മാത്രം പ്രസക്തമായൊരു സംഗതിയല്ല. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സംഘടനകളെ പറ്റിയോ കൂട്ടായ്മകളെ പറ്റിയോ ഉള്ള പരിചയം വളരെ കുറവാണ്. ഇപ്പോൾ കെ എം മാണി കുറ്റാരോപിതനായാൽ കെ എം മാണി കുറ്റക്കാരനല്ല എന്ന് പറയുന്ന ഒരു ഒറ്റ ശബ്ദം മാത്രം പുറപ്പെടുവിക്കുന്ന ഒരു സംഘടനയും, അല്ലെങ്കിൽ അതിൽ 3 MLA ഇയാൾ കുറ്റക്കാരനല്ല അല്ലെങ്കിൽ രാജിവെക്കേണ്ടെന്ന് പറയുന്ന ബഹുശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് സംഘടനകളെ ഏകമാനകമായ അവരുടെ സൗണ്ട് മാത്രം പുറത്തുവിടുന്ന ഒരു സംഘടനകളായി കേരളത്തിൽ എല്ലാ പ്ലാറ്റ്ഫോമും ഉണ്ട്. ഞങ്ങളുടെ പ്ലാറ്റ്ഫോം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അല്ല. ഇത് കൃത്യമായി ജനാധിപത്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതേ ഫോറത്തിനകത്ത് നിന്നുകൊണ്ട് കംപ്ലൈൻറ്റ് വന്നു എന്ന് ഞങ്ങൾ പറയാൻ കാര്യം അതാണ്. ഇതാണ് മാതൃക. ഞങ്ങൾ ഇങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. നാളെ എൻ്റെ ഈ കൂട്ടത്തിലിരിക്കുന്ന ഏറ്റവും നന്നായി സംസാരിച്ച ഞാൻ നാളെ പെൺവാണിഭ കേസിൽ അകത്താവില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ കൂട്ടത്തിലിരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് പെൺവാണിഭ സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ടാകാം.
ആ സമയത്ത് ഇവരെല്ലാവരും ചേർന്ന് പത്രസമ്മേളനം വിളിച്ച് പറയും ഞങ്ങൾ അന്ന് പറഞ്ഞ നിലപാട് തന്നെയാണ് ഇന്നും. ഹരീഷ് നിയമപരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കുറ്റം അനുഭവിക്കണം. അതിന് ഇവരെന്ത് പഴിച്ചു? ഇവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രം എന്ത് പഴിച്ചു? ഈ ഒപ്പിട്ട ഇന്ത്യ മുഴുവൻ ആരാധിക്കുന്ന എത്ര നൂറുകണക്കിന് ആളുകൾ, നിങ്ങൾ ഇവരുടെ പേരൊന്ന് വായിച്ചു നോക്കൂ. അവരുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയെടുത്ത ക്രെഡിബിലിറ്റിയാണ് അവർ ഈ ഒപ്പിലൂടെ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇനിയും ഫാസിസ്റ്റുകൾക്ക് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. അതിൽ എന്നെപ്പോലെ നിങ്ങളെപ്പോലെ നിങ്ങളുടെ പത്രം വായിക്കുന്ന ചാനൽ കാണുന്ന ഓരോ ആളുകളുടെയും വീട്ടിൽ ഇതിൻ്റെ വിക്ടിംസ് ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിനകത്ത് ജോളി ചേച്ചി ഉന്നയിച്ചതുപോലെ യഥാർത്ഥ പ്രശ്നം പീഡോഫീലിയയുടെ മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ആ പേജ് ലൈക്ക് ചെയ്ത 5000 പേര് ഇന്ന് പോലീസിൻ്റെ അന്വേഷണത്തിന് വെളിയിലാണ്. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, വ്യക്തിപരമാണ്, വെളിയിലാണ്. അവരെ എന്തുകൊണ്ടാണ്? അവരല്ലേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഡിമാൻഡ് ഉണ്ടാക്കുന്നതും ഈ കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും. അങ്ങോട്ടല്ല അന്വേഷണം പോകുന്നത്. അന്വേഷണം എവിടെയാണ് പോകുന്നത്? അന്വേഷണവും വാർത്തയും മുഴുവൻ ബിക്കിനി ഫോട്ടോകളെ സംബന്ധിച്ചും മോഡലിങ്ങിനെ സംബന്ധിച്ചും കിസ് ഓഫ് ലവിനെ സംബന്ധിച്ചുള്ള ഫോക്കസ് മുഴുവൻ അങ്ങോട്ടാണ്. കാരണം എന്താ? നമുക്കറിയാം, എനിക്കും നിങ്ങൾക്കും അറിയാവുന്നതുപോലെ കേരളത്തിലെ മീഡിയ മാർക്കറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഓറിയൻറ്റഡ് ആണ്. അതിൽ ചില സാധനങ്ങൾ തൃപ്തിപ്പെടുത്തേണ്ടി വരും. പക്ഷേ അതിനപ്പുറത്ത് ഈ പീഡോഫീലിയയുടെ യഥാർത്ഥ വിക്ടിംസിനെയും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള യഥാർത്ഥ ആളുകളെയും പുറത്തു കൊണ്ടുവരുന്നതിലേക്ക് മാധ്യമപ്രവർത്തകർ കൂടി നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ഫോക്കസ് മാറ്റണമെന്നൊരു അഭ്യർത്ഥന കൂടി ഞങ്ങൾ വെക്കുകയാണ്. അതാണ് ഇഷ്യൂ, യഥാർത്ഥ ഇഷ്യൂ എന്നുള്ളത്. ഞങ്ങൾ മുന്നോട്ട് വരാൻ തയ്യാറാണ്. ഞങ്ങൾക്കറിയാവുന്ന, ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ഇവിടെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു എനിക്ക് പിന്നെ ഈ പറയുന്ന വ്യക്തിയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നു, ഒരു ക്രൈമിനെ പറ്റി, ഒരു ക്രൈം ചെയ്ത ആളെപ്പറ്റി എന്തെങ്കിലും വിവരം അറിയാമെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കോ കൈമാറേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ ഈ പ്രസ് ക്ലബിൻ്റെ സാക്ഷി നിർത്തി പറയുകയാണ്, നിങ്ങളിത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോട് പറയുന്നത് ഇന്ന വ്യക്തിക്ക് ഇയാളെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാം, നിങ്ങൾ ദയവേത് അദ്ദേഹത്തോട് ചോദിച്ചു. തീർച്ചയായിട്ടും ചെയ്യണം. എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. അത്രേ ഉള്ളൂ. അല്ല, തീർച്ചയായിട്ടും ചെയ്യണം. ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അറിയാമായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതിനു മുമ്പേ റെസ്പോണ്ട് ചെയ്തു. മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു സാമ്പ്രദായികമായിട്ടുള്ള ഒരു ചട്ടക്കൂടിനകത്ത് സംഘടനകളെ കണ്ട് ഇത് മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു സംഘടന, ഒരു ചട്ടക്കൂട്, ഇതിനകത്ത് ഒരു അണികളെ രക്ഷിച്ചെടുക്കലോ നേതാവിനെ രക്ഷിച്ചെടുക്കലോ ഇങ്ങനെ ഒരു വിഷയമില്ല. ഞങ്ങൾ ഇന്നും നിലനിൽക്കുന്ന, പ്രത്യേകിച്ച് ഇപ്പോൾ വന്നുപെട്ട ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിതം ദുരിതത്തിൽ, അതിനകത്ത് സ്ത്രീകൾ, കുട്ടികൾ, ദളിതർ ഇവരെല്ലാം ഒപ്രസ്ഡായി പോകും എന്നുള്ളൊരു തിരിച്ചറിവിൻ്റെയും കൂടി പുറത്താണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നത് ചുംബനം അല്ല ഒരു കാര്യം. അറിഞ്ഞുകൂടാ. കാരണം രാഹുലിന്റെ കാര്യത്തിൽ പോലുള്ള സത്യം തെളിയിക്കപ്പെടാൻ പോകുന്നല്ലേ ഉള്ളൂ. രാഹുൽ നാളെ കുറ്റക്കാരനാണെന്ന് തെളിയുമ്പോഴല്ലേ തീർച്ചയായിട്ടും അത് തെളിയുന്നവരെ നമ്മൾ എങ്ങനെ പറയാ? അദ്ദേഹം ഈ രാഷ്ട്രീയം പറയാൻ അർഹനല്ല എന്ന് പറഞ്ഞ് നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകും. അല്ലാതെ അയാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ പത്രപ്രസ്താവന ഒഴിച്ചു ചേർത്ത്. ചുംബന സമരത്തിന്റെ രാഷ്ട്രീയ കർത്തൃത്വം, രാഹുലിന് ചുംബന സമരത്തിന്റെ രാഷ്ട്രീയ കർത്തൃത്വം റദ്ദായി കഴിഞ്ഞു എന്ന് ഞാൻ ഒരു 4 ആഴ്ച മുമ്പ് ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. 4-5 ആഴ്ച മുമ്പ് ചെറിയാൻ ഫിലിപ്പിന്റെ പ്രസ്താവനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാഹുൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഞാനും കോഴിക്കോടുള്ള ഷഫീഖും, ചുംബന സമരം കോഴിക്കോട് ഓർഗനൈസ് ചെയ്ത ഷഫീഖ്, ഞങ്ങൾ എഴുതിയിരുന്നു, ഇതാണ് രാഹുലിന്റെ നിലപാടെങ്കിൽ ചുംബന സമരം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിൽ നിന്നും രാഹുൽ പുറത്താവുകയാണ് എന്ന് ഞങ്ങൾ എഴുതിയിരുന്നു. രാഷ്ട്രീയ കർത്തൃത്വം, പൊളിറ്റിക്കൽ ഏജൻസി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് 4-5 ആഴ്ച മുമ്പ് തന്നെ ഈ ചെറിയാൻ ഫിലിപ്പിൻ്റെ വിവാദം വന്ന സമയത്ത് തന്നെ നമ്മളൊക്കെ പറഞ്ഞിരുന്നു. ഇതിനകത്ത് ഇത് കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ചുംബന സമരത്തോട് നമുക്കടക്കം വിമർശനങ്ങളുണ്ട്, അതിൻ്റെ രീതികളോടൊക്കെ. അത് ഉറക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതിൽ എന്തെങ്കിലും പിന്നെ തലപ്പത്തുള്ളവർ തമ്മിൽ ഒരു ധാരണ, അതിൻ്റെ താഴെയുള്ള അണികൾ തമ്മിൽ മറ്റൊരു ധാരണ, ഇങ്ങനെ ഒന്നും ഇല്ല ഇതിൽ. ഇപ്പൊ ഹരീഷ് ഇതൊരു രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്നുള്ള രീതിയിൽ അല്ല അത് ഞങ്ങളുടെ അല്ല, അത് ഈ കിസ് ഓഫ് ലെവലിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനകത്തുള്ള ആളുകൾ അതെ എന്നാണ് അവർ പറയുന്നത്. ഞാൻ പറഞ്ഞ ആ പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള കംപ്ലൈന്റ് അല്ല അവര് പറയുന്ന അതിൽ കോമൺ സുഹൃത്തുക്കളാണ്. നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറയുന്നവർ തന്നെയാണ്. തിരുവനന്തപുരത്ത് ഓർഗനൈസ് ചെയ്ത ചുംബന സമരത്തിന്റെ ഭാഗമായിട്ട് പല ജില്ലകളിലും അറിയില്ല സന്ധ്യ, നമ്മളും ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. ഹേറ്റ് പേജ് തുടങ്ങിയെന്നാണോ തുടങ്ങാൻ ശ്രമിച്ചു എന്നാണോ? തുടങ്ങാൻ മുൻകൈ എടുത്തു അറിയില്ല. അതെ, നമ്മളും ഇങ്ങനെ ഇപ്പൊ ഈയിടെ ഇതൊക്കെ കേട്ടു.
പല ആക്ഷേപങ്ങളുണ്ട്. നമുക്ക് ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ ധാർമ്മികതയെ ഒന്നും നമുക്ക് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയില്ല. കാരണം ഇതിനകത്ത് ഒരുപാട് പേര്, ഒരു പ്ലാറ്റ്ഫോമാണ്, നമ്മുടെ ഇതിൽ focus വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. എന്റെ വക 500 എടുത്ത് ഇവരുടെ എന്റെ വക 500 എന്ന് പറയുന്ന പേജ് KM മാണി രാജിവെക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയ പേജിന്റെ അഡ്മിൻ രാഹുൽ പശുപാലനാണെന്നാണ് പറയുന്നത്. അത് അദ്ദേഹമാണ് തുടങ്ങിയതെന്ന് അദ്ദേഹം ആദ്യത്തെ ആ പേജ് തുടങ്ങിയെന്ന് ക്ലെയിം ചെയ്യുന്നുണ്ട്. ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ വായിക്കുന്ന ഒരു വേർഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KM മാണിയുടെ വിവാദം മുഴുവൻ ഈ വഴിക്ക് തിരിച്ചുവിടാൻ അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നില്ലേ എന്നാണ്. ഇതൊക്കെ വെറും അന്തരീക്ഷത്തിൽ കേൾക്കുന്ന നമ്മളും നിങ്ങളെപ്പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. നമുക്കറിയില്ല. അദ്ദേഹം എൻ്റെ വക 500 തുടങ്ങിയിട്ടുണ്ട്, വേറെ ചില പേജുകൾ തുടങ്ങിയിട്ടുണ്ട്. ക്ലാഷ് ഉണ്ട്. ഈ നേരത്തെ പറഞ്ഞ അയാളുടെ ഒരു സ്പേസ് ആണ് ഫേസ്ബുക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ സാധ്യതയാണ്. അത് ആർക്കും ചെയ്യാവുന്നത്. അതിനൊക്കെ നമ്മളെല്ലാം ഉത്തരം പറയണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ സാധ്യമാവുക? അല്ല, അങ്ങനെയും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇത് ഈ അവസരം അവർ മുതലെടുക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ കാണുന്നത് വലതുപക്ഷ പിന്നെ ശക്തികളും വർഗീയ ശക്തികളും ഒക്കെ തന്നെ ഒന്നിച്ച് അണിനിരന്ന് കൈകോർത്ത് പിടിച്ച് ചുംബന സമരത്തെ പിന്നെ തെറി പറയുകയും പരിഹസിക്കുകയും അത് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ പരിഹസിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് ഇങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ അത് എല്ലാവരും ചേർന്ന് മുതലെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചത്. അത് അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഒരു ആഭ്യന്തരമന്ത്രി ആ പ്രസ്താവന നടത്തുമ്പോൾ അതിന് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഈ നാഴികയ്ക്ക് 40 വട്ടം മാധ്യമങ്ങളെ വിളിക്കുകയും മാധ്യമങ്ങളുടെ മുമ്പിൽ ബാക്കി എല്ലാ കാര്യവും ഡിസ്ക്ലോസ് ചെയ്യുകയും ചെയ്യുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന ശ്രീജിത്തോ ആ ആഭ്യന്തരമന്ത്രി പറഞ്ഞതിന് മറുപടി പറയണം. എന്താണ് കിസ് ഓഫ് ലവ് എന്ന പ്ലാറ്റ്ഫോമിനെ മുൻനിർത്തിയോ അതിന് ദുരുപയോഗം ചെയ്തോ ഈ രാഹുൽ പശുപാലൻ എന്താണ് ചെയ്തതെന്നുള്ള കാര്യം പറയാനുള്ള ഉത്തരവാദിത്വം കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിക്കുണ്ട്. കിസ് ഓഫ് ലവ് വക്താക്കൾ രാഹുൽ പശുപാലൻ വിഷയത്തിൽ രാഹുൽ പശുപാലനെ കൊള്ളാതെയും തള്ളാതെയും ഉള്ള നിലപാടാണ് കിസ് ഓഫ് ലവ് എടുത്തത്. കിസ് ഓഫ് ലവ് മുമ്പോട്ട് വെക്കുന്ന ജനാധിപത്യപരമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയാണ് അവിടെ ഉയർത്തിക്കാട്ടുന്നത്. അത് രാഹുൽ പശുപാലനുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ വിഷയങ്ങളിലേക്ക് വലിച്ചിഴക്കരുത് എന്നതാണ് അവർ പറഞ്ഞതിൻ്റെ സാരം.